തൈറോയിഡ് എന്ന് വെച്ചാൽ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ഉള്ള ഒരു അവയവമാണ്. അതിന്റെ ഹോർമോണാണ് തൈറോക്സിൻ. ഇപ്പൊ തൈറോക്സിൻ എല്ലാവരിലും ഉൽപ്പാദിപ്പിക്കുന്നു, എന്നാൽ അത് ഉപയോഗിക്കുന്ന രീതിയാണ് ഇമ്പോർട്ടൻറ്റ്. തൈറോയിഡ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല. തൈറോയിഡ് നോഡ്യൂൾ ആയിട്ട് സംഭവിക്കാം, കുട്ടികളിൽ വരുന്ന കൺജനറ്റൽ ഹൈപ്പോ തൈറോയിഡ് ആയിട്ടും വരാം, ഇല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ്, അതായത് തൈറോയിഡ് ഉൽപ്പാദനം കൂടുതലായിട്ടും വരാം. അപ്പോൾ നിർണ്ണയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതുകൂടാതെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം T3യും T4ഉം ചെയ്യാവുന്നതാണ്. എന്നാൽ കൂടുതലായിട്ട് ഇപ്പോൾ ഞാൻ കാണുന്ന ടെസ്റ്റാണ് ആന്റിബോഡി ടെസ്റ്റിംഗ്. ആന്റി തൈറോയിഡ് ആന്റിബോഡിയും TPO ആന്റിബോഡിയും തീർച്ചയായിട്ടും നമുക്ക് ടെസ്റ്റ് ചെയ്യണം. പക്ഷെ ഡോക്ടർ നിർദ്ദേശിക്കുവാൻ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ചികിത്സിക്കുവാൻ നമുക്ക് TSH തന്നെയാണ് ധാരാളം. പിന്നെ ചികിത്സിക്കുവാനും എളുപ്പമാണ്. തൈറോയിഡിന്റെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഹൈപ്പോ തൈറോയിഡ് എന്ന് വെച്ചാൽ ഉൽപാദനം കുറയുന്നെങ്കിൽ നമുക്ക് തൈറോക്സിൻ ട്രീറ്റ്മെന്റ് നാച്ചുറലായിട്ടും ഫിസിയോളജിക്കലായിട്ടും കൊടുക്കാൻ പറ്റും. ഇതുകൂടാതെ ആന്റി തൈറോയിഡ് മെഡിസിൻസ് ആണ് ഹൈപ്പർ തൈറോയിഡിന് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന 3 ഡിഫറെന്റ് കാറ്റഗറി മെഡിസിൻസ് ഉണ്ട്. ഇതുകൂടാതെ റേഡിയോ അയഡിൻ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്. തൈറോയിഡിന്റെ നിർണ്ണയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സംഘടനയിൽ നമുക്ക് അൾട്രാസൗണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അൾട്രാസൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാത്തിനും ഹോളിസ്റ്റിക് കംപ്ലീറ്റ് ഡയഗ്നോസിസ് തരാൻ സാധിക്കും.